ഇതെല്ലാം ജനങ്ങൾക്ക് കുറെ മണ്ടത്തരം ചോദിച്ചു രാഹുൽ ഗാന്ധി, കുറെ മണ്ടന്മാർ ചേർന്ന് തോൽപ്പിച്ച് പ്രതിപക്ഷത്ത് എത്തിച്ച് അങ്ങനെ പ്രതിപക്ഷ നേതാവായി പാർലമെന്റിൽ പ്രസംഗിക്കുന്ന മണ്ടനായ പ്രതിപക്ഷ നേതാവ്. ശരി, മണ്ടത്തരം പറയുന്നു എന്ന് പറയുമ്പോൾ പാർലമെന്റിലെ മുഴുവൻ മണ്ടത്തരത്തിന് മറുപടി പറയാൻ മോദിക്ക് പോലും പറ്റുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിൽക്കുകയാണ്. ഇല്ല, താങ്കൾ കാരശ്ശേരി മാഷിന്റെ പ്രായത്തെ അടക്കം പരിഹസിച്ച സ്ഥിതിക്ക് കാരശ്ശേരി മാഷ് മറുപടി പറയട്ടെ. ശ്രീ ഡോക്ടർ എം എൻ കാരശ്ശേരിക്ക് ശേഷം ഞാൻ ജ്യോതികുമാറിലേക്ക് വരാം. ഡോക്ടർ എം എൻ കാരശ്ശേരി, ജനാധിപത്യം ഇപ്പോഴാണോ കാണുന്നത് എന്ന് ചോദിക്കുന്ന പരിഹസിക്കുമ്പോൾ ചരിത്രത്തിൽ അടിയന്തരാവസ്ഥയിലേക്ക് പോവുകയാണ്. ഒന്നാം മോദി സർക്കാരും രണ്ടാം മോദി സർക്കാരും കഴിഞ്ഞ് മൂന്നാം മോദി സർക്കാരിലേക്ക് എത്തുമ്പോൾ വ്യത്യാസമാണോ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് മോദി സർക്കാരല്ല, ഇത് NDA സർക്കാരാണല്ലോ. 2013 പറഞ്ഞു ഡോക്ടർ എം എൻ കാരശ്ശേരി. 2013 പറഞ്ഞു, 2014 പറഞ്ഞു, എല്ലാം പറഞ്ഞു. നിങ്ങൾ ഇത്രയും കാലം BJP സർക്കാരായിരുന്നു, ഇപ്പോൾ നിങ്ങൾ NDA ആണെന്നേ. ശരി, കാരശ്ശേരി മാഷെ പറഞ്ഞോളൂ, അതിനുശേഷം ജ്യോതികുമാറിലേക്ക് പോവാം. അതിനിപ്പോ സങ്കടമുണ്ടോ? നിങ്ങൾക്കല്ലേ സങ്കടം വേണ്ടത്? സ്മൃതി, NDA സർക്കാരാണ് അദ്ദേഹത്തിന്. അത് ശരി, എനിക്കൊരു സങ്കടം, സന്തോഷമല്ലേ ഉള്ളൂ ഞങ്ങൾക്ക്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഭരണത്തിന് മുൻപ് തന്നെ, മത്സരത്തിന് മുൻപ് തന്നെ. സമയം കളയാതെ മാഷ് പറഞ്ഞട്ടെ. എനിക്ക് പ്രായമായി എന്ന് പറയുന്നത് സത്യം മാത്രമാണ്. 73 വയസ്സ്, നാളെ നേരം വെളുത്താൽ ഞാൻ 74ലേക്ക് കടക്കും. പിന്നെ എന്റെ പ്രായത്തെ പരിഹസിക്കാൻ അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അതിന് മറുപടി പറയേണ്ട കാര്യമില്ല. കാരണം നമ്മൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്. താങ്ക് യു. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്തരം വ്യക്തിപരമായ ആക്ഷേപങ്ങളൊന്നും ചർച്ചയ്ക്കെടുത്ത് നേരം കളയുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് സ്മൃതി, നമ്മൾ എന്നെപ്പറ്റി പറഞ്ഞതൊക്കെ ഞാൻ സ്വീകരിച്ചു. ഞാൻ അദ്ദേഹത്തിന് നന്ദി പറയുന്നു. അല്ല, പ്രായം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലല്ലോ. ഇപ്പോൾ താങ്കൾക്ക് പ്രായമായോ എനിക്ക് പ്രായമായോ എന്നുള്ളതൊന്നും ഈ ചർച്ച കാണുന്ന അല്ല ആക്ഷേപമാണോ അല്ലേ എന്നുള്ളതല്ല, അത് പറയേണ്ടത്, പരാമർശിക്കേണ്ട വിഷയം എന്താണ്. ഇപ്പോൾ ഈ വയസ്സുകാലത്തെങ്കിലും മനസ്സിലായല്ലോ എന്ന് പറയുന്നത് ആക്ഷേപം അല്ലെങ്കിൽ നന്നായി, ആക്ഷേപമാണെങ്കിലും ഒരു കുഴപ്പമില്ല. എന്താ കാര്യം വെച്ചാൽ ചർച്ച ചെയ്യുമ്പോൾ ആളുകൾ മറുപടി ഇല്ലാത്തപ്പോഴാണ് ഇത്തരം കാര്യങ്ങൾ ഞാൻ പഠിച്ചത്. ക്ഷമ ചോദിക്കേണ്ട ഒരു വിഷയമില്ല. താങ്കൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, എനിക്ക് താങ്കളെപ്പറ്റി ഒരു പരാതിയില്ല. പക്ഷേ എൻ്റെ പ്രശ്നം, നമ്മൾ ഈ ജ്യോതികുമാർ ചാമക്കാല, ഞാൻ, വേറെ ആളുകൾ, സ്മൃതി, ഇത് കാണുന്ന ആളുകൾ, അവരുടെയൊക്കെ സമയം പോകുന്നല്ലോ എന്നുള്ളൊരു പ്രശ്നമാണ് എനിക്ക്. കാരണം കാരശ്ശേരിക്ക് എന്താ അതിൽ പ്രസക്തി? നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തെ പറ്റിയാണ്, രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തെ പറ്റിയാണ്, മോദിയുടെയും അമിത്ഷായുടെയും മറുപടിയെ പറ്റിയാണ്. നമുക്കത് പറയാമെന്നേ, മറ്റൊക്കെ വിട്ടുകളയാം. അതൊന്നും കാര്യമുള്ള കാര്യമല്ല. അപ്പം മഹാത്മാഗാന്ധിയുടെ സത്യത്തെപ്പറ്റിയും അഹിംസയെപ്പറ്റിയും സജീവമായി സഗൗരവമായി ഇന്ത്യൻ പാർലമെന്റ് ചർച്ച ചെയ്യുന്നു എന്നുള്ളതിൽ ആ കാര്യം കണ്ടപ്പോൾ ജനാധിപത്യത്തിൽ എൻ്റെ വിശ്വാസം വളർന്നു എന്ന് ഞാൻ പറഞ്ഞു. ഞാനത് ആവർത്തിച്ചിരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.